ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ഏകജാതനായ യേശു സ്വന്തം ഇഷ്ടം നടപ്പാക്കാനാണോ ഭൂമിയിൽ വന്നത്? ഒരു മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്ന യേശുവിന് നമ്മെപ്പോലെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാമായിരുന്നില്ലേ? എന്നാൽ താഴെ പറയുന്ന വേദവാക്യങ്ങളിൽ യേശു പറയുന്നത് ശ്രദ്ധിക്കൂ. യോഹന്നാൻ 5:30. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. യോഹന്നാൻ 6:38. എന്തെന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. മനുഷ്യനായി ജനിച്ചതിനാൽ യേശുവിനും ഉണ്ടായിരുന്നു നമ്മെപ്പോലെയുള്ള ആഗ്രഹങ്ങൾ. അതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു ഗെത്സമനയിലെ പ്രാർത്ഥന. ലൂക്ക 22:42 കേൾക്കൂ. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ കഷ്ടതയുടെ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഭൂമിയിൽ വന്നത്. അതായത് യേശുവിനെക്കുറിച്ച് പിതാവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് പിതാവിന് പൂർണ്ണമായും നടപ്പാക്കാനായി. കാരണം യേശു പിതാവിന് കീഴടങ്ങി. അതുകൊണ്ട് ഇന്ന് നമുക്ക് നിത്യമായ രക്ഷ ലഭിച്ചു. യോഹന്നാൻ 3:16 ശ്രദ്ധിക്കൂ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ശരിയാണ്, പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ നമുക്ക് അനുഭവിക്കാനായി. പുത്രൻ പിതാവിന് അടുത്തെത്തിയപ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ്റെ സ്ഥിതി എന്തെന്ന് പരിശോധിക്കണം. സ്വന്തമായി കുറേ ചിന്തകളാൽ, കുറേ തീരുമാനങ്ങളാൽ നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടി ഭൂമിയിൽ നാം ജീവിക്കുകയാണ്. അതായത് സ്വന്തമായ ഒരു മതം. അതിൽ എന്തൊക്കെ ചെയ്യാം, ചെയ്യാതിരിക്കാം എന്ന് നാം തന്നെ അങ്ങ് തീരുമാനിക്കുന്നു. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവ പാകപ്പെടുത്തുന്നു. ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് സ്വയം അങ്ങ് തീർപ്പ് കൽപ്പിക്കുന്നു. അതിനകത്ത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ പരിമിതമായ സമയങ്ങളിൽ അവനത് അനുവദിക്കുകയും സ്വയം നീതീകരിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയല്ലേ ദൈവം ആദ്യം സൃഷ്ടിച്ച ആദവും ഹവ്വയും ചെയ്തത്? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച സൃഷ്ടികളായ ആദത്തിൻ്റെയും ഹവ്വയുടെയും ഒപ്പം നടക്കാൻ ആഗ്രഹിച്ചു. ദൈവം നടന്നുകൊണ്ടും ഇരുന്നു. എന്നാൽ മനുഷ്യരായ അവർ നമ്മെപ്പോലെ ഒരു മതം സൃഷ്ടിച്ച് ഒരു വേലി കെട്ടി അവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ച് ദൈവത്തെ അങ്ങ് അകറ്റി. ഫലമോ ആത്മീയമായ മരണം. കാലങ്ങൾ തികഞ്ഞപ്പോൾ മനുഷ്യനെ സ്നേഹിച്ച ദൈവം, സ്നേഹം തന്നെയായ ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നാം എങ്ങനെ ജീവിക്കണമെന്ന് പുത്രനിലൂടെ വ്യക്തമാക്കി തന്നു. പുത്രൻ എങ്ങനെ പിതാവിന് പ്രീതികരമാകാമെന്ന് നമുക്ക് കാണിച്ചു തന്നു. ഒരു പെർഫെക്റ്റ് റോൾ മോഡൽ. മരിച്ചു കിടന്ന നമ്മുടെ ആത്മാവിന് പുതുജീവൻ നൽകി. എന്നിട്ടും മനുഷ്യരിൽ മാറ്റമുണ്ടോ? നിരവധി മനുഷ്യർ അവരുടെ സ്വന്തം വേലികെട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ തീരുമാനങ്ങളും അവരുടെ പദ്ധതികളും അവരെ നന്മയിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. യേശുവിനെ പോലെ നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് നടപ്പാകണമെങ്കിൽ നമ്മുടെ വേലിക്കെട്ടുകളിൽ നിന്ന് നാം പുറത്തു കടന്ന് യേശുവിനെ പോലെ ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തെ അനുസരിക്കണം. ദൈവശബ്ദത്തിന് കാതോർക്കണം. എബ്രായർ 3:15 പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവർ എന്നെ പ്രകോപിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇവിടെ അവർ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെ കുറിച്ചാണ്. ആ ശബ്ദം കേട്ട് അനുസരിച്ചാൽ ആത്മീയ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാൻ നമുക്കാകും. എല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത ക്രിസ്തുവിൻ്റെ അനുയായിയായി നമുക്ക് മാറാം. അല്ലെങ്കിൽ പേരിൽ മാത്രം ഒതുങ്ങുന്ന ക്രിസ്ത്യാനിയായി ഇവിടെ വിട്ടു പോകേണ്ടി വരും. ഒരു യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായിയായി ക്രിസ്തു എന്താണ് ചെയ്തത്, എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മോട് പറയുന്നത് എന്നെല്ലാം മാറ്റമില്ലാത്ത വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി നമുക്ക് അനുവർത്തിക്കാം. അതിനേവർക്കും ഇടവരട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.